ഓൺലൈൻ നഴ്സിംഗ് എഡ്യൂക്കേഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫൗണ്ടേഷൻസ് ഓഫ് നഴ്സിംഗിൻ്റെ 9ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ള മറുപടി ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ സൈഡിൽ കാണുന്ന ബെൽ ഐക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. പുതിയ വീഡിയോസ് ആൻഡ് അപ്ലോഡ്സ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെസ്സേജായിട്ട് ഇൻറ്റിമേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ാമത്തെ ചോദ്യം. മിസ്റ്റർ എക്സ് റീസെൻ്റ്ലി ഡയഗ്നോസ്ഡ് വിത്ത് മെറ്റാസ്റ്റാറ്റിക് ലങ് ക്യാൻസർ. വിച്ച് ഈസ് ദ എക്സ്പെക്റ്റഡ് റിയാക്ഷൻ ഫ്രം ഹിം? ഓപ്ഷൻ എ ഡിനൈൽ, ഓപ്ഷൻ ബി ആങ്കർ, ഓപ്ഷൻ സി ഡിപ്രഷൻ, ഓപ്ഷൻ ഡി acceptance. എക്സ്പെക്റ്റഡ് റിയാക്ഷൻ ടുവേർഡ്സ് റീസെൻ്റ്ലി ഡയഗ്നോസ്ഡ് മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ എന്ന് പറയുന്നത് ഗ്രിഫ് റെസ്പോൺസിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രിഫ് റെസ്പോൺസ് എന്ന് പറയുന്നത് സഡൻ റെസ്പോൺസ് ടുവേർഡ്സ് ലോസ് ആണ്. ഈ ഗ്രിഫ് റെസ്പോൺസിനെ എക്സ്പ്ലെയിൻ ചെയ്തത് കുബ്ലർ-റോസ് എന്ന് പറയുന്ന ഒരു സ്വിസ് സൈക്യാട്രിസ്റ്റ് ആണ്. അദ്ദേഹം പറയുന്നത് 5 സ്റ്റേജിലൂടെയാണ് ഒരാൾ പെട്ടെന്നുള്ളൊരു ലോസ് വരുമ്പോൾ കടന്നു പോകുക. അതിനെ നമുക്ക് ഡാംഡ എന്നുള്ള ഷോർട്ട് ഫോം കൊണ്ട് വിളിക്കാം. 1 ഡിനൈൽ, 2 ആങ്കർ, 3 ബാർഗെയിനിങ്, 4 ഡിപ്രഷൻ, 5 അക്സെപ്റ്റൻസ്. ഏറ്റവും ആദ്യം ആ ഇൻഫർമേഷനെ അവർ ഡിനൈ ചെയ്യുമെന്ന് പറഞ്ഞാൽ അവർ ആ സിക്നസ്സിനെ അക്സെപ്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ ആ ഒരു ലോസിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന അവസ്ഥ. അതിനെയാണ് നമ്മൾ ഡിനൈൽ എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നത്. 2 ആങ്കർ, ദേഷ്യം പ്രകടിപ്പിക്കുക. 3 ബാർഗെയിനിങ് എന്ന് പറയുന്നത് അവർ പ്രാർത്ഥനകൾ പറയുന്നു, ആളുകളോട് റിക്വസ്റ്റ് ചെയ്യുന്നു, എങ്ങനെയെങ്കിലും തിരിച്ചു തരണം അല്ലെങ്കിൽ ഇത് മാറ്റി തരണം. അതിനെല്ലാമാണ് ബാർഗെയിനിങ് സ്റ്റേജിൽ വരുന്നത്. 4ാമത്തെ സ്റ്റേജ് ആകുമ്പോഴത്തേക്കും ഡിപ്രസീവ് സ്റ്റേറ്റ് ആണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ. അതിനെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങും, അവരതിൽ ദുഃഖിതരായിട്ടിരിക്കും. 5ാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പം പതിയെ അവരതിനെ അക്സെപ്റ്റ് ചെയ്യും. അങ്ങനെയാണ് ഒരു ലോസിന് ഒരു വ്യക്തി അക്സെപ്റ്റൻസിലേക്ക് എത്തുന്നതിനുള്ള വേരിയസ് സ്റ്റേജസ് ആയിട്ട് കുബ്ലർ-റോസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾക്കിവിടെ തന്നിരിക്കുന്ന ചോദ്യം ഇമീഡിയറ്റ് റിയാക്ഷൻ അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് റിയാക്ഷൻ എന്താണെന്നുള്ളതാണ്. അറിയുമ്പോൾ റീസെൻ്റ്ലി ഡയഗ്നോസ്ഡ് വിത്ത് മെറ്റാസ്റ്റാറ്റിക് ക്യാൻസർ, വാട്ട് ഈസ് ദ എക്സ്പെക്റ്റഡ് റിയാക്ഷൻ ഫ്രം ദ പേഷ്യൻറ്റ്? കുബ്ലർ-റോസിൻ്റെ തിയറി അനുസരിച്ച് ഡിനൈലാണ് ഫസ്റ്റ് സ്റ്റേജ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഡിനൈൽ എന്നുള്ള ഓപ്ഷൻ എ എന്നുള്ളതാണ്. ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. വിച്ച് വൈറ്റമിൻ ഹെൽപ്സ് ഇൻ വൂണ്ട് ഹീലിംഗ്? ഓപ്ഷൻ എ വൈറ്റമിൻ എ, ഓപ്ഷൻ ബി വൈറ്റമിൻ സി, ഓപ്ഷൻ സി വൈറ്റമിൻ ഇ, ഓപ്ഷൻ ഡി വൈറ്റമിൻ കെ. കാഴ്ചയ്ക്ക് സഹായമാകുന്ന ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി സെറോഫ്താൽമിയ അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സി വൂണ്ട് ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി സ്കർവി എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു സിംറ്റം ഓഫ് സ്കർവി എന്ന് പറയുന്നത് ഗം ബ്ലീഡിംഗ് ആണ്. വൈറ്റമിൻ ഇ ഒരു പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രോഡക്റ്റായിട്ടുണ്ടാകുന്ന ഫ്രീ റാഡിക്കൽസ് വഴി സെല്ലുകൾക്കുണ്ടാകുന്ന ഡാമേജുകളെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു റോളാണ് വൈറ്റമിൻ ഇ ചെയ്യുന്നത്. കൊച്ചുകുട്ടികളിൽ, പ്രത്യേകിച്ചും ന്യൂ ബോണുകളിൽ ഹീമോലൈറ്റിക് അനീമിയ പോലുള്ള കണ്ടീഷനുകൾ വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസി മൂലം കണ്ടുവരുന്നുണ്ട്. ബ്ലഡ് ക്ലോട്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. കാരണം വൈറ്റമിൻ കെ പ്രോത്രോംബിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. ഈ പ്രോത്രോംബിൻ ഒരു ക്ലോട്ടിംഗ് ഫാക്ടറാണ്. വൂണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ വൂണ്ട് ക്ലോട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട, ആ സൈക്കിളിൽ റോൾ ചെയ്യുന്ന ഒരു പ്രോട്ടീനാണ് പ്രോത്രോംബിൻ. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ കെ ബ്ലഡ് ക്ലോട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ അറിയപ്പെടുന്നത്. നമുക്കുള്ള ചോദ്യം വൂണ്ട് ഹീലിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന വൈറ്റമിൻ ഏതാണ് എന്നുള്ളതാണ്. അത് ഓപ്ഷൻ ബി വൈറ്റമിൻ സി എന്നുള്ളതാണ് ശരിയായ ഉത്തരം. ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈസ്? ഓപ്ഷൻ എ IgG, ഓപ്ഷൻ ബി IgA, ഓപ്ഷൻ സി IgM, ഓപ്ഷൻ ഡി IgE. ഹ്യൂമൻ ബോഡിയിൽ വൈറ്റ് ബ്ലഡ് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലൈക്കോപ്രോട്ടീൻ മോളിക്യൂൾസിനെയാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് നമ്മൾ പറയുന്നത്.
ഹ്യൂമൻ ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസിൻ്റെ ഭാഗമായിട്ടാണ് ഇമ്മ്യൂണോഗ്ലോബിനുകൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ ബോഡിയിലേക്ക് വരുന്ന വൈറസ്, ബാക്ടീരിയ തുടങ്ങിയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ബൈൻഡ് ചെയ്ത് നശിപ്പിച്ച് കളയുക എന്നുള്ളതാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ചെയ്യുന്ന ഒരു ജോലി. 5 തരം ഇമ്മ്യൂണോഗ്ലോബുലിനുകളാണുള്ളത്: IgG, IgM, IgA, IgE ആൻഡ് IgD. ഇതിൽ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം എന്താണ് ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ളതാണ്. IgMനെയാണ് ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അത് വേറൊരു പേരിൽ അറിയപ്പെടുന്നുണ്ട്, മാക്രോ ഇമ്മ്യൂണോഗ്ലോബുലിൻ. ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞാലും മാക്രോ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്നുള്ള ചോദ്യം ചോദിച്ചാലും നമ്മൾ ഓർക്കേണ്ടത് IgMനെയാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ സി IgM എന്നുള്ളതാണ്. 84ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പേഷ്യൻ്റ് വിത്ത് ലിവർ പ്രോബ്ലം ഡെവലപ്സ് എഡിമ ബിക്കോസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ fall in oncotic pressure, option B increase in hydrostatic pressure, option C fall in osmotic pressure, option D rise in oncotic pressure. ഈ ചോദ്യം നന്നായി മനസ്സിലാവാൻ 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. 1 ലിവർ, 2 ഓൺകോട്ടിക് പ്രഷർ, 3 എഡിമ. സെല്ലിൻ്റെ അകത്തേക്കോ അല്ലെങ്കിൽ സർക്കുലേറ്ററി സിസ്റ്റത്തിലേക്കോ വാട്ടറിൻ്റെ മൂവ്മെൻറ്റിന് വേണ്ടി സഹായകമാകുന്ന പ്രോട്ടീനുകളാൽ നൽകപ്പെടുന്ന ഒരു പ്രഷറാണ് ഓൺകോട്ടിക് പ്രഷർ. ഈ ഓൺകോട്ടിക് പ്രഷറിൽ ഏറ്റവും പ്രധാനമായിട്ട് റോൾ ചെയ്യുന്നത് ആൽബുമിൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ്. ഈ ആൽബുമിനാണ് ലിവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലിവറിന് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ ആൽബുമിൻ്റെ പ്രൊഡക്ഷൻ ഓൾട്ടർ ചെയ്യപ്പെടുന്നുണ്ട്. അതുവഴി ഓൺകോട്ടിക് പ്രഷർ അഫക്റ്റ് ചെയ്യപ്പെടും. ഓൺകോട്ടിക് പ്രഷർ അഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ടറിൻ്റെ മൊബിലൈസേഷൻ പ്രോപ്പറായിട്ട് സംഭവിക്കില്ല. അങ്ങനെ എഡിമ ഡെവലപ്പ് ചെയ്യും. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം fall in oncotic pressure, ഓപ്ഷൻ എ എന്നുള്ളതാണ്. Question number 85. Following blood transfusion, a patient develops chills, fever and dyspnea. What should be the first action by the nurse? Option A, make call to blood bank. Option B, call the physician immediately. Option C, provide 1 dose of adrenaline. ഓപ്ഷൻ ഡി, സ്റ്റോപ്പ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഇവിടെ തന്നിരിക്കുന്ന സൈൻസ് ആൻഡ് സിംറ്റംസ് സജസ്റ്റ് ചെയ്യുന്നത് ട്രാൻസ്ഫ്യൂസ് റിയാക്ഷനാണ്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൊടുക്കുന്നതുകൊണ്ട് പേഷ്യൻ്റെ ബോഡിയുടെ റിയാക്ഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ടത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തൽക്കാലത്തേക്ക് നിർത്തിവെക്കുക എന്നുള്ളതാണ്. ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി, സ്റ്റോപ്പ് ദ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്നുള്ളതാണ്. 86ാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഓഫ് ഹാൻഡ് വാഷിംഗ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ടൈം, ഓപ്ഷൻ ബി ടൈപ്പ് ഓഫ് സോപ്പ്, ഓപ്ഷൻ സി സർഫസ് ടെൻഷൻ, ഓപ്ഷൻ ഡി ഫ്രിക്ഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഹാൻഡ് വാഷിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ ചോദ്യത്തിൽ തന്നിട്ടുള്ള ഓപ്ഷൻ്റെ അടിസ്ഥാനത്തിൽ ഓപ്ഷൻ ഡി ഫ്രിക്ഷൻ എന്നുള്ളതാണ് ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം. കാരണം ഫ്രിക്ഷൻ പ്രോപ്പറായിട്ട് നടന്നില്ല എങ്കിൽ ഹാൻഡ് വാഷിങ്ങിലൂടെ ജേംസിനെ നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കുന്നില്ല. എത്ര സമയം നമ്മൾ ഹാൻഡ് വാഷ് ചെയ്താലും അത് നീങ്ങിപ്പോകണമെന്നില്ല, ഏത് തരം സോപ്പ് ഉപയോഗിച്ചാലും നീങ്ങണമെന്നില്ല. ഫ്രിക്ഷൻ എത്രമാത്രം നന്നായി നമ്മൾ കൊടുക്കുന്നോ അത്ര നന്നായി ഹാൻഡിൽ നിന്നും ജേംസും ഡേർട്ടും റിമൂവ് ചെയ്തു പോകും. അതുകൊണ്ടാണ് ഫ്രിക്ഷൻ ഉത്തരമായിട്ട് വരുന്നത്. ഏത് സോപ്പ് നമുക്ക് ഹാൻഡ് വാഷിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. യൂസ് ചെയ്യുമ്പോൾ നന്നായി പതപ്പിച്ച് 20 മുതൽ 30 സെക്കൻഡ് വരെ ഉരച്ച് കഴുകി കഴിഞ്ഞാൽ എല്ലാ തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസും ഡേർട്ടും നമുക്ക് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കും. എൺപത്തിയേഴാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ഫൗളേഴ്സ് പൊസിഷൻ ഗിവൻ ടു എ ക്ലയൻറ്റ് വിത്ത് ഡിസ്നിയ ഹെൽപ്പ് ടു റിലീവ് ഡിസ്നിയ ബൈ. ഓപ്ഷൻ എ, making patient more comfortable. Option B, facilitate expansion of the thorax. Option C, increase the client's view of the room and is more relaxing. Option D, make the client awake always. ഡിസ്നിയ എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ആണ്. ഡിഫിക്കൽട്ടി ഇൻ ബ്രീതിങ് ഉള്ള പേഷ്യൻസിന് നമ്മൾ ഫൗളേഴ്സ് പൊസിഷൻ കൊടുക്കുന്നു. ഈ ഫൗളേഴ്സ് പൊസിഷനിലെ അപ്രൈറ്റ് പൊസിഷൻ ഡയഫ്രത്തിൻ്റെ എക്സേർഷനും അതുപോലെ തന്നെ തൊറാക്സിൻ്റെ എക്സ്പാൻഷനെയും സഹായിക്കുന്നുണ്ട്. ഈ പൊസിഷനിൽ ബ്രീതിങ് കുറേയും കൂടി സുഗമമായിട്ട് നടത്താനായിട്ട് ഒരു വ്യക്തിക്ക് സാധിക്കുന്നു.
അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ഫെസിലിറ്റേറ്റ് എക്സ്പാൻഷൻ ഓഫ് ദ തൊറാക്സ് എന്നുള്ളതാണ്. Question number 88. Identify correct statement regarding care of rubber articles used in hospital setting. Option A. Rubber articles will be destroyed by heat. Option B. Do not fold rubber articles, roll them instead. Option C. Do not pin on rubber articles. Option D. All the above. ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന റബ്ബർ ആർട്ടിക്കിൾസിൻ്റെ കെയറുമായി ബന്ധപ്പെട്ട് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ചോദ്യം. ഇവിടെ തന്നിരിക്കുന്ന എല്ലാ ഓപ്ഷൻസും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന റബ്ബർ ആർട്ടിക്കിൾസിൻ്റെ കെയറുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഓൾ ദി എബോവ് എന്നുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് ക്ലാസ്, ക്വസ്റ്റ്യൻ നമ്പർ 90. Find out the correct statement related to boiling as a sterilization method. Option A. Most economical way of sterilizing articles. Option B. Some bacteria, virus and spores are resistant to boiling. Option C. Not suitable method for articles destroyed by the heat. Option D. All the above. ബോയിലിംഗ് ഒരു ഇക്കണോമിക്കൽ വേ ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡാണ്. എന്നാൽ എല്ലാ ബാക്ടീരിയയും വൈറസും സ്പോറുകളൊന്നും ചിലപ്പം ബോയിലിംഗ് വഴി നീങ്ങിപ്പോകണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓട്ടോക്ലേവിംഗ് ഒക്കെ പോലുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത്. ചൂടുകൊണ്ട് നശിച്ചു പോകുന്ന എക്യുപ്മെൻറ്റ്സും അല്ലെങ്കിൽ ആർട്ടിക്കിൾസും ഒന്നും തന്നെ നമുക്ക് ബോയിലിങ്ങിൽ ചെയ്യാനും സാധിക്കില്ല. ഈ 3 ഓപ്ഷനുകളും ശരി ഉത്തരമാണ്. അതുകൊണ്ട് 4ാമത്തെ ഓപ്ഷൻ ഓൾ ദി എബോവ് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് ശരിയായ ഉത്തരം. ഈ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. തീർച്ചയായും നിങ്ങൾക്ക് റെസ്പോൺസ് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് റെഫർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.